വെൽക്കം ബാക്ക് ടു AR ട്രാവലാണ്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ കുറവായിരുന്നു. എന്തായാലും അടുത്ത മാസം ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂരാട് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള രാത്രികാല കാഴ്ചയാണ് കണ്ടുകൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് ഓൺ ചെയ്ത ഒരു കാഴ്ചയാണ്. മൂരാട് പാലം മുതൽ SP ഓഫീസിൻ്റെ അടുത്ത് വരെ പാലോളിപ്പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശം വരെയാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കുറച്ച് ഭാഗം മാത്രം മൂരാട് പാലം കഴിഞ്ഞ് പ്രദേശ സ്റ്റോപ്പിൻ്റെ ഇടയിലുള്ള കുറച്ച് ഭാഗത്ത് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്യാത്തുണ്ട്. അവിടെ ഓൺ ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ മൂരാട് പാലം കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞ ഉടൻ തന്നെയുള്ള പ്രദേശം പാലം കഴിഞ്ഞ ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. കുന്നൊക്കെ ഇടിച്ച ആ ഒരു ഭാഗമായിരുന്നു. ആ ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ താഴോട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണ് വെളിച്ചം ഇല്ലാത്തത്. അത് വലിയൊരു അപകട സാധ്യതയുള്ള ഒരു പ്രദേശ സ്റ്റോപ്പിൽ കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു പോയ ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇവിടെ ഭാഗത്ത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ 2 ട്രാക്ക് ഓൾറെഡി ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്രാഷ് ബാരിയറൊക്കെ വെച്ചതാണ്. അപ്പോൾ വെളിച്ചമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളെ ഫ്ലാഷ് അടിച്ചാലേ കാണുള്ളൂ. ക്രാഷ് ബാരിയർ വെച്ചതാണ്. ക്രാഷ് ബാരിയർ വെച്ച് ഇവിടെ ഒരു വാർണിംഗ് ലൈറ്റ് വെച്ചിരുന്നു. ആ വാർണിംഗ് ലൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതാണ് വാർണിംഗ് ലൈറ്റ്, ഇത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഒരു മിന്നിയുടെ ഒരു നുറുങ്ങ് വെട്ടം പോലെയുള്ളൊരു ചെറിയൊരു സോളാർ ഇവിടെ ആർക്കോ വേണ്ടി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തട്ടി മറിച്ചിട്ടാണ്. വലിയ അപകട സാധ്യത ഉള്ളതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട്. സത്യമാണെങ്കിൽ ഇത് വലിയ ഒരു സേഫ്റ്റി പ്രശ്നമാണ്. പാലത്തിന് തൊട്ട് മുന്നേ ഉള്ള കാഴ്ചയാണ്. പ്രദേശ സ്റ്റോപ്പിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിനെ ക്രാഷ് ബാരിയർ വെക്കുമ്പോൾ നല്ല വാർണിംഗ് ലൈറ്റ് വെച്ചില്ലെങ്കിൽ കാറ് വലിയ വാഹനങ്ങളൊക്കെ പരിചയമില്ലാത്ത വാഹനങ്ങളൊക്കെ വന്നിടിക്കും. അങ്ങനെ പലതവണ ഇടിച്ചിട്ടുണ്ട്. ഒക്കെ വലിയ സേഫ്റ്റി പ്രശ്നമാണ്. നമ്മൾ ആകാശക്കാഴ്ച ഈ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ഇരുണ്ട പ്രദേശമായി നിലനിൽക്കുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒരു 5-10 ലൈറ്റ് അല്ലെങ്കിൽ ഒരു 10-12 ലൈറ്റിൻ്റെ കുറവ് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വർക്ക് കൂടി നടക്കാൻ ബാക്കിയുണ്ട്. അത് സൈഡ് വാൾ നിർമ്മിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ കംപ്ലീറ്റ് ട്രക്കുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ടാങ്കർ ലോറികളും വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് റോഡ് സൈഡിലോട്ട് പാർക്ക് ചെയ്ത് കാണാൻ സാധിക്കും. അത്യാവശ്യം പാർക്കിംഗ് പ്രദേശമുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു പരിസര പ്രദേശം. ഇപ്പോൾ ഇവിടെ അതേപോലെ ഇരു സൈഡിലും നല്ല തട്ടുകടയും വന്നിട്ടുണ്ട്. നേരത്തെ ഈ പ്രദേശത്ത് ഹോട്ടലുകൾ കടകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് പാർക്ക് ചെയ്യുന്നതും നല്ല കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നല്ല ഫുഡൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലിയാട്ട് നട ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു സർവീസ് റോഡ് ഉണ്ടാവുന്ന ആ ഒരു പ്രദേശത്താണ് ഈ ഒരു തട്ടുകട വന്നിരിക്കുന്നത്. ആ പാലിയാട്ട് നട മുതൽ പിന്നെ പാലോളിപ്പാലം വരെ 6 വരിയിലും പൂർണ്ണമായി സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് രാത്രിയിൽ പ്രത്യേക ഒരു വൈബ് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിലും കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ല ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വടകരയോട് ചേർന്നിട്ടുള്ള ഈ ഒരു മൂരാട് പ്രദേശത്താണ് സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ 6 വരിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കുന്നത്. ബാക്കി ഏകദേശ പ്രദേശത്തും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്തില്ല. കഴിഞ്ഞ 1-2 ആഴ്ച വരെയുള്ള അപ്ഡേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പലയിടത്തും ഓൺ ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഓൺ ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് റോഡാണ്. അപ്പം നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ദേശീയപാതയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതേപോലെ അരവിന്ദ ഘോഷ് ഭാഗത്ത് നമ്മൾ എത്തുകയാണെങ്കിൽ ഇവിടെ രാത്രിയിൽ 6 വരിയിൽ ഫസ്റ്റ് ട്രാക്ക് ഇവിടെ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ അതേപോലെ ചെങ്കല്ല് കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്ക് പാർക്കിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ദൗർഭാഗ്യമാണ്. കാരണം 2 ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് വാഹനങ്ങളൊക്കെ അപകടം സംഭവിക്കാൻ അങ്ങേയറ്റം സാധ്യതകളാണ്. നമ്മൾ ഫസ്റ്റ് ട്രാക്കിൽ പാർക്കിംഗ് അല്ല എന്നത് കൃത്യമായി അറിഞ്ഞിട്ടും ഇവിടെ ബോധപൂർവം ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ ഓരോ വാഹനങ്ങൾ നമ്മളൊരു എന്താ പറയുക അടുത്ത പറമ്പിലേക്ക് പോകുമ്പോൾ കൂട്ടത്തിലുള്ള മറ്റാടുകളും ആ പറമ്പിലേക്ക് പോകുക എന്ന് പറയും. അതേപോലെയാണ് ഇവിടെയുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ SP ഓഫീസ് കഴിഞ്ഞാൽ ഇവിടെ 6 വരി നമ്മൾ അവസാനിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വടകര ഭാഗമാണ് കൂരാക്കൂരിരുടായിട്ടുള്ള വലിയ ട്രാഫിക് ബ്ലോക്കുള്ള പ്രദേശം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്.
ചളിയും കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.